പഴയൊരു യൂഗോസ്ലാവിയൻ ഭാഗമായിരുന്ന ഇടമാണ്. ഇന്ന് സ്ലൊവേനിയ എന്ന് പറഞ്ഞൊരു രാജ്യമായി. ഇവിടെ ടൂറ്, കമ്മ്യൂണിസ്റ്റ് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് വരെയുണ്ട്. പഴയ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളിലൂടെയുള്ള യാത്ര. ഈ ചുവന്ന വര ബൈക്ക് പാത്താണ്. നല്ല തണുപ്പാണ്, കൊടും തണുപ്പാണ്. അത് ഇന്നലെ പെയ്ത മഴയോട് കൂടിയിട്ട് തണുപ്പ് പിന്നെയും കൂടി. എന്നാലും വെയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ പിന്നെ 2 ആഴ്ച വെയിൽ കണ്ടിട്ടേയില്ല. കൊടും തണുപ്പ് വരുന്നു. -ൻ്റെ അടുത്ത് വരെ എത്തി. തവണ അത്രയും ഉണ്ടാവില്ല എന്ന് കരുതാം. ഗ്രാമമായിട്ടും ചെറിയ വഴിയായിരുന്നിട്ടും കണ്ടോ. ഇവിടെ എല്ലാവരും വീടിൻ്റെ പുറകിൽ നമ്മളെ പാർക്ക് പോലെ പിള്ളേർക്ക് കളിക്കുക, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കുള്ള കളിക്കാനുള്ള ഊഞ്ഞാലും കളിസ്ഥലവും ഒക്കെ ഉണ്ടാവും. റോട്ടിലായിരിക്കും വണ്ടി പാർക്ക് ചെയ്യുക. ബൈക്ക് പാത്തിൽ കൂടെ ഞാൻ പോകാത്ത അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല റോഡാണ്. മരവീട്, എനിക്ക് ഇതുപോലത്തെ ഒരു വീട്ടിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം ഇതുവരെ പറ്റിയിട്ടില്ല. തായ്ലാൻഡായിരുന്നപ്പം മടുത്തു എന്ന് പറയണവർ താമസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഡിസൈനൊക്കെ ഉള്ളല്ലോ, ഒരു യുണീക്ക് ഡിസൈൻ, വല്ലാത്തൊരു ഷേപ്പ്. സൂര്യകാന്തി. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വരേണ്ടതാണ്. പ്രളയം വന്നപ്പോൾ ചിന്തകളിൽ വന്നതാണ് ലാൻഡ് യൂട്ടിലൈസേഷൻ പോളിസി റൂൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഭരണത്ത് വെച്ചു. കാരണം ഭരിക്കണത് റിയൽ എസ്റ്റേറ്റുകാരുടെ താല്പര്യക്കാരാണല്ലോ. കേരളത്തിൽ ആകെ നടക്കുന്ന 2 ബിസിനസ്സുകളിലുള്ളൂ. ഒന്ന് റിയൽ എസ്റ്റേറ്റ്, അതായത് വ്യവസായങ്ങളൊന്നും ഇല്ലല്ലോ, റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ഉള്ളൂല്ലോ. അതിൻ്റെ കമ്മീഷൻ ഏജൻറ്റുമാർ അവരാണല്ലോ നിയന്ത്രിക്കുന്നവർ. അമേരിക്കയിലൊക്കെ അതിന് വരെ പെർസെൻറ്റേജ് വരെ ഉണ്ട്. കറക്റ്റായിട്ട് ഇത്രയാണ്, നിങ്ങളൊരു ലാൻഡ് ഡെവലപ്പ് ചെയ്താൽ ഇത്ര ശതമാനത്തിൽ കൂടുതലൊന്നും കൂട്ടാൻ പറ്റില്ല. ബൈക്കുകാരനെ കണ്ട, അവർക്കാണ്, കാൽനടക്കാരനാണ് ബൈക്കുകാരനാണ് പ്രാധാന്യം. അവരെ നിർത്തിയിടും. അവരെന്നെക്കാളും എത്രയോ മുമ്പ് വന്നോ ഇല്ല, ഞാൻ കടന്നു മുന്നോരെ നിർത്തും. ഒരു യൂറോപ്യൻ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയാൻ വന്നത്, വീടുകൾക്ക് ഇത്ര ഏരിയ ലാൻഡ് യൂട്ടിലൈസേഷൻ പോളിസിനെ പറ്റിയാണ്. കൃഷിസ്ഥലം ഇത്ര ഏരിയ ഇങ്ങനെ കൃത്യമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിടത്ത് കൃഷി പാടുള്ളൂ, കൃഷി സ്ഥലത്ത് മറ്റൊന്നും പാടില്ല. ഇവിടെ കൊണ്ട് ബൈക്ക് പാത്ത് അങ്ങോട്ടേക്ക് ഇരിഞ്ഞോണം. നിർത്തിയിട്ടിട്ട് ഇതിലേക്ക് കയറണം. എന്നിട്ട് ആ സിഗ്നലിൻ്റെ അതിലേക്ക് പോകണം. നേരെ ക്രോസ് ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ കയറി പോകാമെന്നുള്ളതാണ്. അപ്പോൾ അതായത് വീടുകളുടെ അളവ്, വീടുകളുടെ വലിയ ഇത് എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. അമേരിക്ക പോലും നിങ്ങൾക്ക് കൃഷിസ്ഥലം മുറിച്ച് വയ്ക്കാൻ പറ്റില്ല, കൃഷിസ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല, വലിപ്പത്തിന് നിയന്ത്രണമുണ്ട്. ഞാൻ ഫ്രാൻസിൽ ചെന്നപ്പോൾ അങ്ങോട്ടേക്ക് കയറട്ടെ. സിഗ്നൽ വീണ്ടത്തില്ല, ആ ചേട്ടൻ നടന്നു. ഞാൻ പോണ വഴിയൊന്നും ഇല്ലെങ്കിലും അവിടെയും കൂടി ഒന്ന് കാണിക്കാം. ഇതായാലും ഞാൻ ഫ്രാൻസിൽ ചെന്നപ്പോൾ, ഫ്രാൻസിൽ നല്ല മിക്ക യൂറോപ്യൻ രാജ്യത്തും അതെ, നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ പ്ലാനെല്ലാം പുറത്ത് പ്രദർശിപ്പിക്കണം. ഇത്ര മാസം അപ്പീൽ സമയമൊക്കെ ഉണ്ട്. ഇന്ന ആളുകൾക്ക് അതിനെതിരെ പരാതി നിങ്ങൾ കൊടുക്കാം. ആ കെട്ടിടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങൾ, ആ കെട്ടിടത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവിടെ വേണമെന്നുണ്ട്.
കൊള്ളാലോ, വന്നത് നന്നായി. ഇവിടെ നിന്ന് ബൈക്ക് പാത്ത് പിന്നെയും വളഞ്ഞ് അങ്ങോട്ടേക്ക് കയറുന്നു. ഇപ്പോഴും ബൈക്ക് പാത്ത് മുറിയുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ബൈക്ക് പാത്ത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളുടെ ഏരിയയായി. എനിക്കവിടെ ഷോർട്ട് കട്ട് വഴി ഉണ്ടായിരുന്നു. ഞാൻ എന്നാലും ഇതൊന്ന് കാണാനും കാണിക്കാനുമായിട്ട് വന്നാ. അപ്പോൾ ഇവിടെ ബോർഡ് വരെ വെച്ചിട്ടുണ്ട് ബൈക്ക് പാത്താണെന്ന് കാണിച്ചുകൊണ്ട്. അങ്ങനെ ഒരു നിയമമൊന്നും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വരുമെന്ന് വരാം. രസം കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ പോലും ഈ നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നും പറയുന്നില്ല. ഇതാ കാണുന്ന പാർക്കിൻ്റെ ആ ഒരു സാധനം കണ്ടോ, ചുമ്മാ അതെല്ലാ വീട്ടിലും കാണാം. അത് കുട്ടികളുടെ വീട്ടിലൊക്കെ അതൊക്കെ നിസ്സാരമായിട്ട് വയ്ക്കേണ്ട പരിപാടികളാണ്. അല്ല, ആ കുട്ടി വീഴാണ്ടിരിക്കാൻ ആ ഫ്ലോറിങ് സോഫ്റ്റാണ്. അതായത് അവിടെ കളിക്കുന്ന പിള്ളേർ താഴെ വീഴും, അതിനുള്ള ഒരു സേഫ്റ്റി മെഷറും കൂടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സമ്പന്ന രാജ്യങ്ങളിലല്ല, സ്ലൊവേനിയൊന്നും സമ്പന്ന രാജ്യമൊന്നുമല്ല, അവിടെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ലോകം എന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് മടുക്കാത്തത്. ഞാൻ തൽക്കാലത്തേക്ക് ഇന്നത്തെ പെരുമഴയുടെ ബാക്കി വെള്ളക്കെട്ടാണ് എല്ലായിടത്തും. തൽക്കാലം നിൽക്കട്ടെ. റോഡിൻ്റെ മാർക്കിംഗ് വരെ ഇട്ടിട്ടുണ്ടാവും, അതായത് എങ്ങനെയൊക്കെ എവിടെ തിരിയും. ഇതിനകത്ത് ബൈക്ക് പാത്തൊക്കെ ഞാൻ വേറെ രാജ്യങ്ങളിൽ പോകുമ്പോൾ അപ്പോൾ ഓരോ പാത്തും എന്തിനെയൊക്കെ ഏതൊക്കെ വണ്ടികൾക്ക് പോകുന്നതെന്നൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ തിരിക്കട്ടെ. ഓക്കെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ അല്ല, ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ആ മഴയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കഴിച്ച ബ്രെഡാണ് ഇത് അവരുള്ള ആകെയുള്ള ഭക്ഷണം. ഓക്കെ, അപ്പോൾ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടാം. ഇതിന് മുഴുവൻ വാച്ച് ചെയ്താലേ ഇടുള്ളൂ. എനിക്ക് ഏതായാലും ഇതിൽ നിന്ന് ഒരു രൂപ വരുമാനം ഉണ്ടാക്കാനില്ല. യൂട്യൂബില്ലെങ്കിലും ഞാൻ യാത്ര ചെയ്യും. ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാറേ ഇല്ല. ആദ്യമായിട്ടാണ് തോന്നുന്നത് യാത്രയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇടാൻ പോകുന്നത്. എനിക്ക് ഏതായാലും പച്ചപ്പിക്കുന്നില്ല. എനിക്കിനി തിരിയണമെങ്കിൽ, എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇവിടം വരെ വന്ന് ഈ സിഗ്നൽ കയറി, അതായത് നേരെ റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെ പച്ച കത്തി അങ്ങനെ വളഞ്ഞ് റൗണ്ട് അടിച്ച് വേണം പോകാനായിട്ട്. നേരെ അവിടെ നിന്നൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, കാൽനടക്കാരായാലും ഒക്കെ. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ സി യു. യൂറോപ്പിൻ്റെ സ്ലൊവേനിയയുടെ കാഴ്ചകളുമായി അരുൺ തഥാഗതൻ. എനിക്ക് പച്ച കത്തി. ബൈ.